മുഖം മിനുക്കി കലൂർ സ്റ്റേഡിയം മെസ്സിയെയും സംഘത്തെയും വരവേൽക്കാൻ കാത്തിരിക്കേണ്ടതുണ്ട് അല്ലേ? വിനിത, തീർച്ചയായും നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് കൊടുക്കുന്ന ലൈവുകൾ ISLന്റെ സമയത്താണ്. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ നെഞ്ചോടെ എത്തിയ മലയാളികൾ അവിടെ കാണിക്കുന്ന ആരവം, ആ ആവേശം നമ്മൾ നിരന്തരം കാണുന്നതാണ് ഓരോ കളി നടക്കുന്ന സമയത്തും. നമുക്കറിയാം, ഇതുപോലെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റിയപ്പോൾ സ്വാഭാവികമായും ഈ മലബാറിലേക്കുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് അത് വലിയ ആവേശമായി. കാരണം അവരെ സംബന്ധിച്ച് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന, അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റേഡിയമാണ് കലൂർ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം ഉണ്ടാക്കിയ വാർത്തയായിരുന്നു. മലബാർ എത്രത്തോളം മെസ്സിയെയും അർജന്റീന ടീമിനെയും നെഞ്ചേറ്റിയിട്ടുണ്ട് എന്ന് ഫിഫ വരെ തിരിച്ചറിഞ്ഞതാണ്. ഫിഫ വരെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഈ കൊച്ചി സ്റ്റേഡിയത്തിലേക്ക്, കലൂർ സ്റ്റേഡിയത്തിലേക്ക് ഈ മെസ്സിയും സംഘവും എത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റ് തരത്തിലുള്ള, അതായത് ആ സ്റ്റേഡിയത്തിൻ്റെ 20 കിലോമീറ്റർ പരിധിയിലുള്ള താമസ സ്ഥലം ഏത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവരുടെ ഭക്ഷണക്രമം, ആ ടൂറിൻ്റെ യാത്രാ രീതി, ഇതെല്ലാം തന്നെ സജ്ജമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ വരും എന്നുള്ളതാണ്. നേരത്തെ വിനേഷ് പറഞ്ഞ കാര്യം, അതായത് ആദ്യഘട്ടത്തിൽ മെസ്സി വരുമെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം സത്യമാണ്, എല്ലാവർക്കും കയ്യെത്താ ദൂരത്തുള്ളൊരു സ്വപ്നമായിരുന്നു മെസ്സി അല്ലെങ്കിൽ അർജന്റീന, ഹൃദയത്തിലേറ്റിയ അർജന്റീന ടീം കൺമുന്നിലെത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റം പറയാൻ കഴിയില്ല, ആരും ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ ആ വിദൂര സ്വപ്നം ഇപ്പോൾ മലയാളികൾക്ക് മുന്നിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനഘട്ട ചർച്ച, അവസാനവട്ട നീക്കം എന്ന നിലയിലാണിപ്പോൾ അർജന്റീന ടീമിൻ്റെ മാനേജർ ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുന്നത്. ഈ പറഞ്ഞതുപോലെ പ്രധാന സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനുമായും അതുപോലെ തന്നെ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനുമായും ഇപ്പോൾ ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്താൻ പോകുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെ വെച്ച് സ്റ്റേഡിയത്തിൻ്റെ കൂടി സുരക്ഷാ സംവിധാനങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിയ ശേഷമാകും മാനേജറുടെ മടക്കം എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വല്ലാത്ത ആവേശത്തിലാണ് ഇതാ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക് ഇതാ ഈ പറഞ്ഞതുപോലെ കബ്രേരയും റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനും റിപ്പോർട്ടർ സംഘവും എത്തിയിരിക്കുന്നു. ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ അവരെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്, അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് എല്ലാ സജ്ജീകരണങ്ങളും ഹോളിഡേ ഇൻ ഹോട്ടലിൽ സജ്ജമാണ്. ഇന്ന് നടക്കാനുള്ള മീറ്റിങ്ങിന് വേണ്ട സജ്ജീകരണങ്ങൾ തയ്യാറാണ്. നമ്മളവിടെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ അർജന്റീനൻ ടീം മാനേജർ ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനുള്ള, നമ്മളുടെ നാടിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന നിലയിൽ വെൽക്കം ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാണ് എന്നുള്ളതാണ്. അവരെ വെൽക്കം ചെയ്യാനുള്ള ടീമിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി സ്വാഗതം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സംഘത്തെ, അവർ കയ്യിൽ പൂക്കൾ എന്ത് നിൽക്കുന്ന സംഘത്തെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് ഏറെ നാളുകളായി കാത്തിരുന്ന വാർത്ത, മനസ്സിൽ കൊണ്ട് നടന്ന ആ മുഖം, മനസ്സിൽ കണ്ടു നടന്ന ആ ചടുല നീക്കങ്ങൾ, ആ ഇടങ്കാൽ മായാജാലം, അത് TV സ്ക്രീനിലല്ല, മൊബൈൽ സ്ക്രീനിലല്ല, ഇനി കൺമുന്നിൽ ആ മായാജാലം കാണാൻ പോകുന്നു എന്ന് പറയുന്ന ഇത്രയും കാലം നമുക്ക് അവിശ്വസനീയമെന്ന് നമ്മൾ കരുതിയിരുന്ന ആ രംഗം അത് സത്യമാകാൻ പോവുകയാണ്. എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിന് വിരാമമാകാൻ വേണ്ടി പോവുകയാണ്. ലോക ചാമ്പ്യന്മാർ മെസ്സിയും ടീമും പഴയ ടീമല്ല. പണ്ട് നമ്മൾ കളർ TV വരുന്നതിന് മുൻപ് കപ്പടിച്ച ടീമെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന കാലത്തെ അർജന്റീന ടീം അല്ല വരുന്നത്. ഇത് ലോക ചാമ്പ്യന്മാരാണ്. ലോക കിരീടത്തിൽ മുത്തമിട്ട മെസ്സിയും സംഘവുമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതിലും ആവേശം നിറഞ്ഞൊരു വാർത്ത മറ്റൊന്നില്ല. ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് തന്നെ അഭിമാന നിമിഷമാണ്. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഈ ടീമിനെ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് എത്തിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും അവസാനവട്ട സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി, ഏറ്റവും അവസാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ടീം മാനേജർ തന്നെ നേരിട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് ഈ ചർച്ച ആരംഭിക്കും. കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട, സുപ്രധാനമായ തീരുമാനങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ, ഇന്നത്തെ ഈ മീറ്റിംഗിൽ കൈക്കൊള്ളും എന്നുള്ളതാണ്. അതിനുശേഷം അവർ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും കേരളമാകെ ആവേശത്തിലാണ്. മെസ്സിയും സംഘവും എത്തുമ്പോൾ ആ ആവേശം പ്രേക്ഷകരെ കാത്തിരിക്കൂ. നവംബർ 10-നും 18-നും ഇടയിൽ ഏത് ദിവസവും മെസ്സിയും സംഘവും കലൂർ സ്റ്റേഡിയത്തിൽ കളിക്കാൻ ഇറങ്ങുക, എവിടെയായിരിക്കും താമസിക്കുക, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കാൻ പോകുന്നത്, എതിരാളികൾ ആരാകും, എല്ലാം അന്തിമ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. മന്ത്രി വി അബ്ദുറഹ്മാനുമായി ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ മാനേജർ, അതായത് കേരളത്തിലെ അർജന്റീന ടീമിൻ്റെ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന മാനേജർ ഖബ്രേരയുമായി അല്പസമയം